എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹാനെയാണ് കാണിക്കുന്നത്. അവള് ജയിക്കേണ്ട കേസായിരുന്നു. ആ ഒരു ഹാർഡ് ഡ്രൈവ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവൾ ആ കേസ് വിജയിച്ചേനെ. ഇവളുടെ സുപ്പീരിയറും അക്കാര്യം അവളോട് ചോദിക്കുന്നുണ്ട്. ഇവളാണല്ലോ ആ ഒരു തെളിവ് പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിന്റെ പണിഷ്മെന്റ് എന്നോണം ഇവൾക്ക് ഒരുപാട് കേസും നഷ്ടമാകുന്നുണ്ട്. ഇവളുടെ പൊസിഷൻ താഴേക്കും പോകുന്നുണ്ട്. ആ സമയം സുപ്പീരിയറിനും ഒരു കോള് വരുന്നുണ്ട്. അയാളുടെ അച്ഛനാണ് വിളിക്കുന്നത്. അയാളും ഒരു വക്കീലായിരുന്നു. ഈ ഒരു സ്ഥാപനം അയാളുടേതാണ്. അയാൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ പകരം മകനെയാണ് ഈ ഒരു സ്ഥാപനം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാൾ ചികിത്സയ്ക്കായി US പോയിട്ടുണ്ടായിരുന്നത്. ഇവനും പ്രമാദമായിട്ടുള്ള ഒരു കേസ് തോറ്റിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ശ്രമത്തിനൊടുവിലാണ് നമ്മള് ടോപ്പ് ആകുന്നത്. പക്ഷേ ഒരു ചെറിയ കാര്യം മതി ഏറ്റവും താഴേക്ക് പോകാനായിട്ട് എന്ന് അച്ഛനും അവന് വഴക്ക് പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്നൊക്കെ പറയുമ്പോ എന്റെ സർജറി കഴിഞ്ഞു 2-3 മാസം കഴിയുമ്പോ ഞാൻ റിക്കവർ ആവും. ഉടനെ തന്നെ ഞാൻ അവിടെ എത്തുന്നതാണ് എന്ന് പറയുമ്പോ അവനും സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വലിയ ദേഷ്യത്തിലായിരുന്നു. അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അച്ഛനോട് ഇയാൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്. അയാൾക്ക് മകനെ കുറിച്ച് അങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നും തന്നെയില്ല. ഈ ഒരു സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകണം എന്നാണ് അയാൾക്കും താല്പര്യം. ശേഷം നമ്മുടെ ഷിനും ഹാനെ അന്വേഷിച്ച് ആ ഒരു സ്ഥാപനത്തിലേക്കും വരുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ റൂം ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു ചെറിയ റൂമിലേക്ക് ആയിരിക്കുന്ന കാര്യം അവനും ശ്രദ്ധിക്കുന്നത്. ആ എവിഡൻസ് കൈമാറിയത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്? ഇത് കുറച്ച് കൂടിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് ആ കേസ് വിജയിക്കായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. ആ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് നശിപ്പിക്കാമായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. അതിനവളും പോലീസ് വന്നതുകൊണ്ടാണ് എനിക്കത് നശിപ്പിക്കാനായിട്ട് പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ഒഴിയുന്നുണ്ട്. അവനും അവളോട് നന്ദി പറയുന്നുണ്ട്. അവൾ ആ എവിഡൻസ് പോലീസിന് കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ ഡോക്ടർക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ പെൺകുട്ടിയെ രക്ഷിച്ചു. ഞാൻ ഇവിടെ വന്നത് അക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവനും പോകുന്നുണ്ട്. അവൾക്കും അവൾ ചെയ്ത കാര്യം ഓർത്ത് സന്തോഷമാകുന്നുണ്ട്. ശേഷം അളിയനും അമ്മയോട് ഒന്ന് പറയുന്നുണ്ട്. ചിന്നിന് എന്തോ കുഴപ്പമുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവൻ മറ്റൊരു രീതിയിലാണ് പെരുമാറുന്നത്. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. ഗ്യാങ്സ്റ്ററെ പോലെ സംസാരിക്കുന്നു. അമ്മയും അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ഇവിടെ ഷിനും പുതിയൊരു പ്രയത്നമെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ സ്കൂൾ യൂണിഫോം ഇട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. അവനും അവൾക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് എഴുതുകയാണ്. അതെന്തിനാന്ന് അവളും ചോദിക്കുമ്പോ ഭാവിയിൽ പ്രേതത്തെ കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടൊരു പ്രേതത്തിന് വേണ്ടി എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവളും ആ ഒരു കോൺട്രാക്ട് വായിക്കുന്നുണ്ട്. വക്കീലിന് പ്രേതം കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റും അവസാനിക്കുന്നതായിരിക്കും. അതിനവന് പ്രേതത്തിന് വേണ്ടി എന്റെ ജീവനൊന്നും നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ശേഷം അവളും വായിക്കുന്നുണ്ട്. ജീവനുള്ള ഒരു ക്ലയന്റ് കേസിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് ജീവനുള്ള ആൾക്കാർക്കും പ്രേതത്തിന്റെ കേസ് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. അതിനവളും ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയുമ്പോ ഷിനും എന്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ. എനിക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാനാവൂ എന്നറിയില്ലേ? ഞാൻ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ചോദിക്കുമ്പോ അവനും നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ അടിക്കാനായിട്ട് ശ്രമിച്ചു നോക്ക്. അതിനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മരിച്ചു തന്നെയാണ്. അതിനവളും ഞാനത് ചെയ്തു നോക്കി. എനിക്കാരെ തൊടാൻ പോലും സാധിക്കുന്നില്ല. ശേഷം ആ ഫാദറും അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആരാ പുതിയ ക്ലയന്റ് എന്ന് ചോദിക്കുമ്പോ ഒരു സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഞാനിവിടെ അടുത്തുള്ള സ്കൂളുകളൊക്കെ പോയി അന്വേഷിച്ചതാണ്. പക്ഷെ ഇങ്ങനൊരു യൂണിഫോം അടുത്തുള്ള സ്കൂളുകളിലൊന്നും തന്നെ ഇല്ല. അവളുടെ മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് ഫാദറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ CCTV ചെക്ക് ചെയ്തോ? എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ മിഞ്ചു ആണ് ഇവിടെ ആ ഒരു മന്ത്രവാദി കണ്ട അവസാനത്തെ വിസിറ്റ്. അതിന് മുന്നേ ഉള്ള വിഷ്വൽസ് ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയമാണ് അവന്റെ അളിയനും അവിടേക്ക് വരുന്നത്. ഫാദറും ഷിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അവനും കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതെന്ന് അവനും ചോദിക്കുമ്പോ അവരും അവനോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയില്ല. ഫാദർ ആണെങ്കിൽ ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് ഒളിച്ചും വെക്കും. ശരിക്കും ഷിന്നിന്റെ അമ്മ ഇവനോട് ഷിന്നിന്റെ പ്രേതത്തെ കാണാൻ കഴിയും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നീ തന്നെ അനുഭവിച്ചറിയാനായിട്ട് അവനോട് പറയുന്നുണ്ട്. അവൻ ഇവിടെയുള്ള സെറ്റപ്പ് കാണുമ്പോ അമ്മ പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ആ സമയം അവന്റെ ഫോണിലേക്കും ഒരു കോള് വരുന്നുണ്ട്. അതൊരു K-pop സോങ് ആയിരുന്നു. ആ ഒരു പാട്ട് കേൾക്കുമ്പോ ഷിന്നിന്റെ ശരീരത്തിലേക്ക് ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവും കടന്നുകൂടിയിട്ട് അവനും ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ സമയം മറ്റൊരു ലേഡി ഇവനെ കാണാനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട ഫാദറും കുറച്ച് വെള്ളം ഷിന്നിന്റെ മുഖത്തേക്ക് തളിക്കുന്ന സമയമാണ് അവനും ബോധം വരുന്നത്. അപ്പോഴാണ് ആ ഒരു ലേഡിയും അവനും കാണുന്നത്. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവളും ഞാനൊരു ഡിവോഴ്സിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വക്കീല് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഷിന്നും ഞാനാണ് ഇവിടുത്തെ അറ്റോർണി. അത് കാണുമ്പോൾ അവരും നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ഷിന്നും എനിക്കിപ്പോ എന്താ സംഭവിച്ചത് എന്ന് അവരോടും ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു അവസ്ഥ കണ്ട് ഷിന്നിനും ആ പ്രേതം ദേഹത്ത് കയറിയെന്ന് മനസ്സിലാകുന്നുണ്ട്. ഫാദറും നന്നായിട്ട് നീ ഡാൻസ് കളിച്ചു എന്ന് ഷിന്നിനോടും പറയുന്നുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന അളിയനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. ഷിനും നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഷിന്നിന്റെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെയാണ് നിന്റെ അളിയൻ. ആ പെൺകുട്ടി എവിടെയാണെന്ന് അവള് ചോദിക്കുമ്പോൾ എന്റെ പുറകിൽ നിൽക്കുകയാണെന്ന് അവനോട് പറയുന്നുണ്ട്. അവള് ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. ഫാദറും അവളെ കുറിച്ച് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ അവളുടെ മുഖം വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞേക്കും. ആ സമയം ആ പ്രേതം ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷിന്ന് വരയ്ക്കുന്ന ഒരു ക്യാൻവാസിലേക്ക് അവളുടെ മുഖവും അവൾ ഇറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അവനും അവളുടെ സ്കെച്ച് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു
ഫോട്ടോ ഉപയോഗിച്ച് ഇവരും ഒരുപാട് പേരോട് ആ പെൺകുട്ടിയെ അറിയാമോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇവള് ഡാൻസ് കളിക്കുന്നത് കൊണ്ട് തന്നെ പല ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഷിനും അവളുടെ ഫോട്ടോ കൊണ്ടുപോയി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആർക്കും അവളെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരിടത്തും ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുമ്പോ ഷിൻ അവിടെ വന്ന് എല്ലാവരോട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആർക്കും അവളെ അറിയില്ലായിരുന്നു. അവിടെ കുട്ടികളും ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ പ്രേതവും അവരുടെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ ഡാൻസിനിടയ്ക്ക് ഇവള് ജീവിച്ചിരിപ്പില്ലല്ലോ. അക്കാര്യം ഓർത്ത് ഇവളും അവിടെ നിന്ന് വിഷമിച്ചിറങ്ങിപ്പോകുന്നു. അവള് വിഷമിക്കുന്നുണ്ട്. ഷിന്നും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അവളും അത് പുറത്തു നിന്ന് കാണുന്നു. അങ്ങനെ അവളും ഷിന്നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവനും ഒരു പെൺകുട്ടിയെ പോലെ പെരുമാറുന്നുണ്ട്. ഇക്കാര്യം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സഹോദരി, നിന്റെ കവളിന് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അമ്മയും അവനെ വിളിച്ചുകൊണ്ട് ആ ടേബിളിന്റെ അടുത്ത് പോയി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവനും ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവന്റെ ഈ ഒരു പെരുമാറ്റം കണ്ട് മറ്റെല്ലാവർക്കും സംശയമായിരുന്നു. അവന്റെ സഹോദരിയുടെ കുട്ടിയും ഇതൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നത്? അത് ശരിയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മയും എല്ലാവരെയും പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അവൾക്ക് കിട്ടിയ ഫുഡിന് അവനോട് നന്ദി പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് അറിയാം. ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളോട് കംപ്ലൈന്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡാൻസ് വളരെ നന്നായിട്ടുണ്ടെന്ന് ഷിന്നും അവളോട് പറയുന്നുണ്ട്. ആ സമയം പെങ്ങളുടെ മോളും അവളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ പെൺകുട്ടിയുടെ മുഖം ഇതുപോലെ തന്നെയുണ്ട്, നീ അവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളും വിഷമിച്ചിട്ട് ടിവിയിലേക്ക് നോക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഷിന്നും നോക്കുമ്പോ ആ പെൺകുട്ടിയുടെ ഒരു പ്രോഗ്രാം ടിവിയിലും കാണുന്നുണ്ട്. അവള് അതിൽ ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അത് മനസ്സിലാക്കി ഷിന്നും ആ ഒരു ഏജൻസി വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. 3 ട്രെയിനീസ് ആണ് ഇവളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. പേരും വയസ്സും എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ അവര് സ്റ്റേജ് ടൈം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോവൻ 19 വയസ്സ് എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവള് ആ ഒരു പ്രോഗ്രാമിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്നൊന്നും അറിയില്ല. നാളെ ആ ഒരു ഏജൻസിയിൽ ഞാൻ പോയിട്ട് അന്വേഷിക്കാം. ആ സമയമാണ് അവന്റെ സഹോദരി ഐസ്ക്രീം ആർക്കൊക്കെയാ വേണ്ടതെന്ന് ചോദിക്കുമ്പോ അവളും അവന്റെ ദേഹത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണ് വേണ്ടത് എന്ന് അവനും പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവരും അതിശയിച്ച് അവനെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ആ പെൺകുട്ടി ഉണ്ടായിരുന്ന ആ ഒരു ഏജൻസിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അകത്തേക്ക് കടക്കേണ്ടതെന്ന് അവനും അറിയില്ല. അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വക്കീലാണ്. ഐഡൽസിനെ കുറിച്ച് അവരുടെ അവകാശങ്ങള് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവേ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ കള്ളം പറയുമ്പോ അവരും അവനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ഞാൻ മാനേജറിനെ വിളിക്കാം, ആള് വരുന്നതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഷിന്നിനോടും പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോടും വാഷ്റൂം എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവൻ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ കണ്ണ് വെട്ടിച്ച് ലിഫ്റ്റിൽ കയറി പോകുന്നു. അവനും അവിടേക്ക് എത്തുന്ന സമയം അവിടെ ഐഡൽ ട്രെയിനീസ് ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടും ലുവാനെ കുറിച്ച് ചോദിക്കുമ്പോ അവളും എന്തുകൊണ്ടാ നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ റിപ്പോർട്ടറാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അവനും ഞാനൊരു വക്കീലാണ്, ലുവാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോ അവളും ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹാനും ഈ ഏജൻസിയുടെ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവളും ആ ഒരു ഏജൻസി തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത് താഴെ കുറെ പൂക്കൾ വെച്ചിരിക്കുന്നത് കണ്ടു, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവിടെ ഷിനിന്റെ അടുത്തും ആ പെൺകുട്ടികള് ലുവാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലുവാനും ആബേലും ജിയോനും ഞാനും ഒരുമിച്ചാണ് ഈ ഒരു ഏജൻസിയിലേക്ക് ഓഡീഷന് വന്നിട്ടുണ്ടായിരുന്നത്. ലുവാനായിരുന്നു ഞങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഡാൻസർ. അവൾക്ക് നല്ല ശബ്ദമായിരുന്നു. അവള് ഒരു ലീഡറിനെ പോലെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷെ ഇവള് മറ്റു പെൺകുട്ടികള് സ്റ്റെപ്പ് തെറ്റിക്കുന്ന സമയം അവര് വല്ലാതെ വഴക്കു പറയുമായിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവർക്കും അവളോട് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ലുവാനോടാണ് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടത്. അവള് കാരണമാണ് ഞങ്ങൾ ഇവിടെ വരേക്കും എത്തിപ്പെട്ടത്. പിന്നെ ആ ഷോയിൽ നിന്നും അവൾ എന്തിനാ ഡ്രോപ്പ് ഔട്ട് ആയത് എന്ന് ചോദിക്കുമ്പോൾ അവള് ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള കാര്യം ഷിന്നിനോടും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പ്രേതത്തിനും ഷോക്ക് ആകുന്നുണ്ട്. ഇവിടെ ഹാനിനോടും ആ ഏജൻസിയിലുള്ള ആള് ഒരു ട്രെയിനി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഫാൻസ് താഴെ വന്ന് സമരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഹാനിനെ അവരിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷിനും നോക്കുന്ന സമയം അവളുടെ ഫോട്ടോ ഒക്കെ വെച്ച് അവളുടെ ഫാൻസും ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും അവളുടെ പേര് കിം സുവ എന്നാണെന്നും അവള് 2007 ജൂൺ 20-നാണ് ജനിച്ചതെന്നും ഉള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പേരും ഡേറ്റ് ഓഫ് ബർത്തും അറിഞ്ഞതുകൊണ്ട് തന്നെ അവളും അവളുടെ ഓർമ്മയിലേക്ക് പോകുന്നുണ്ട്. ഇവള് കുട്ടിക്കാലം മുതൽക്കേ നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. അവൾക്ക് ഒരുപാട് ഫാൻസും ഉണ്ടായിരുന്നു. അവളും ഒരു ട്രെയിനി ആയിരുന്നു. ശേഷം അവൾ ബിൽഡിങ്ങിന്റെ താഴേക്ക് വീഴുന്നതും ഒക്കെ കാണുന്നുണ്ട്. അവളുടെ കാര്യങ്ങൾ ഓർമ്മ വന്നതുകൊണ്ട് തന്നെ അവളും നിലത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ മളീനോട് അവളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കിട്ടിയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവളുടെ അമ്മ ഒരു സിംഗിൾ മദർ ആയിരുന്നു. ഒരു കുട്ടിയെ നോക്കാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളുടെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മയും ജോലിക്ക് എന്തെങ്കിലും ശ്രമിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അവളുടെ കയ്യിലും ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ട് അമ്മയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ അവളും തിരികെ വന്നിട്ട് അമ്മയെ നോക്കുന്ന സമയം അവർ അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളും മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റില് പോയി വിളിക്കുന്നുണ്ട്. മുത്തശ്ശി അവളെയും സ്വീകരിക്കുന്നു. മുത്തശ്ശി അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ഫാമിലി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവളും ഡാൻസ് ഒക്കെ കളിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കും അത് വലിയ സന്തോഷമാകുന്നുണ്ട്. ഈ ഒരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ അവളെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുത്തശ്ശിയും ജോലിക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൾ
അവളും ബസ് സ്റ്റോപ്പില് മുത്തശ്ശിയും കാത്തിരിക്കുന്നുണ്ട്. അന്നേരം അവരും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവള് വിളിക്കുന്നത് കൊണ്ടാണ് ബസ്സുകാരും ആ ഒരു സ്റ്റോപ്പിൽ നിർത്തി മുത്തശ്ശിയും ഇറങ്ങി വരുന്നത്. ഇവൾക്ക് വേണ്ടി മുത്തശ്ശി അധ്വാനിക്കുന്നത് കാണുമ്പോൾ ഇവൾക്ക് വല്ലാത്ത വിഷമമാണ്. അതുകൊണ്ട് ഇവളും പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സമയം ഡാൻസ് കളിക്കാനും പഠനത്തിനും ഒക്കെ ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓഡീഷനും ഇവള് പെർഫോം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഗ്ലോറി എന്റർടൈൻമെന്റ് അവളെ കാണുന്നുണ്ട്. അങ്ങനെ അവളെ വിളിച്ച് അവിടുത്തെ ട്രെയിനി ആകാനായിട്ട് അവൾക്കും ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ കണ്ടീഷൻ അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ നല്ല പണമുള്ള കുടുംബത്തിലുള്ള ആൾക്കാരായിരുന്നു. ആ സമയം ഇവര് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഒരു പെൺകുട്ടിയും സ്റ്റെപ്പ് തെറ്റിക്കുമ്പോൾ അവര് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അവളുടെ ആ ഒരു പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത അവളുടെ കൂട്ടുകാരും ആ ഏജൻസിയുടെ ചെയർമാനോട് പരാതി പറയുന്നുണ്ട്. അതുകൊണ്ട് അയാളും നിങ്ങൾക്ക് മറ്റൊരു ചാൻസ് കിട്ടും, ഇവിടെ നിന്നിട്ടും നിങ്ങൾ പോകണം എന്നുള്ള കാര്യം അവളോടും ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷമത്തില് അവളും റൂഫ് ടോപ്പില് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനളിയനും അതിനു വേണ്ടിട്ട് അവൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു. പക്ഷെ ഷിന്നും പറയുന്നത് അവള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവള് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പൊരുതി നേടി വന്നിട്ടുണ്ടായിരുന്നവളാണ്. അവൾ അത്ര വീക്കൊന്നുമല്ല. അവൾ ഒരിക്കലും മരിക്കാനായിട്ട് ശ്രമിക്കില്ല. അവൾ അന്ന് റൂഫ് ടോപ്പിൽ നിൽക്കുന്ന സമയം അവൾക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അത് അവളുടെ അമ്മയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓഡീഷനിൽ വെച്ചിട്ട് ടിവിയിൽ ഇവളുടെ പ്രോഗ്രാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അമ്മ ഇവളെ വിളിക്കുന്നത്. അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവളും എന്നെ ഒരു ദിവസം നേരിട്ട് കാണണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഞാൻ അവരെ കാണാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്തതല്ല. അവളും അവിടെ നിൽക്കുന്ന സമയം അവളുടെ അമ്മ വിളിച്ചത് അവൾക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവളും സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് എന്നുള്ള ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റൂഫ് ടോപ്പിൽ എന്നെ കൂടാതെ മറ്റാരോ ഉണ്ടായിരുന്നു. ആ ആളാണ് എന്നെ അവിടെ നിന്നും തള്ളിയിട്ടുണ്ടായിരുന്നത്. ഇരുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ ആളുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനൊരു റിംഗ് ടോൺ കേട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റെവിടെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെയായിരുന്നു ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം അവള് കൊല ചെയ്യപ്പെട്ടു എന്നാണോ? എങ്ങനെ ഈ കേസ് തെളിയിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഷിനും എങ്ങനെയെങ്കിലും കൊലയാളിയെ കണ്ടുപിടിച്ചാൽ മതിയാകൂ. ആ സമയമാണ് അവൾ ഒരു കാര്യം പറയുന്നത്. ഞാൻ എന്റെ അമ്മയെ കാണാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അവരെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഞാനത് മറന്നുപോയി. എന്റെ ഫോണിലാണ് അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നത്. ആ സമയം ഇവിടെ ഹാനും ലോ ആൻഡ് ഇൻഫർമേഷൻ ഒക്കെ നോക്കുന്നുണ്ട്. അവളും ആത്മഹത്യ ചെയ്തെന്നാണ് ഏജൻസിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ ഫാൻസ് അവിടെ വെച്ചിരിക്കുന്ന പല പോസ്റ്ററുകളും അവളും കണ്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവൾ അവസാനമായിട്ടും ഞാൻ സന്തോഷവതിയാണ് എന്ന് എഴുതിയിരിക്കുന്ന ആള് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് അവരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഈ കേസിന്റെ ഡീറ്റെയിൽസ് പ്രോസിക്യൂട്ടറോട് അവളും ചോദിക്കുന്നുണ്ട്. എന്റെ പുതിയ ക്ലയന്റ് ഗ്ലോറി എന്റർടൈൻമെന്റ് ആണ്. അവിടെ ഒരു ട്രെയിനി റൂഫ് ടോപ്പിൽ നിന്നും വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. സിഇഒ പറയുന്നത് അവൾ ആത്മഹത്യ ചെയ്തെന്നാണ്. പക്ഷേ അന്നത്തെ ദിവസം അവളുടെ ഫോണ് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അതിന് പ്രോസിക്യൂട്ടറും അവൾ മരിച്ച സമയം അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ലെങ്കിലോ? അതിനവരും അങ്ങനെയല്ല, അവൾ മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്രൈം സീനിൽ ഫോണ് ഉണ്ടായിരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് കൊലയാളി അത് എടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ്. അതൊരു കൊലപാതകമാകാനാണ് സാധ്യത. ആ ഒരു കമ്പനിയിൽ മറ്റാർക്കെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയണം. ആ സമയം തന്നെ ഷിന്നും ആളിനെ വിട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ ആ ക്രൈം സീനിൽ ഫോൺ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കേസ് അവർ ക്ലോസ് ചെയ്തു. കൊലപാതകം തെളിയിക്കാനുള്ള ഒരു തെളിവും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് അവരെ കേസും അവസാനിപ്പിച്ചു. നിന്റെ ഫോൺ ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളായിരിക്കണം നിന്നെ കൊല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരും ആ ഒരു ഏജൻസിയിലേക്കും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് അകത്തേക്ക് കയറേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവളും ഫാൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. അതിന്റെ പാസ്വേഡ് എനിക്കറിയാം. അവിടെയാണെങ്കിൽ CCTV ഇല്ല. അങ്ങനെ ഇവരും മറ്റുള്ളവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് ആ ഒരു സീക്രട്ട് ഡോറിലൂടെ ഏജൻസിക്കുള്ളിലേക്ക് കയറുന്നുണ്ട്. അതേസമയം തന്നെ ഹാനും ഏജൻസിക്ക് പുറത്തുണ്ടായിരുന്നു. എനിക്കറിയുന്നുള്ളവര് മുകളിൽ എന്തായാലും പ്രാക്ടീസിനുണ്ടായിരിക്കും. പക്ഷെ ഇവര് ആ ഒരു റൂമിൽ വന്ന് നോക്കുമ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇത് ഏതാ ദിവസം അവളും ചോദിക്കുമ്പോ ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് ഷിന്നും പറയുന്നുണ്ട്. എന്ത് പറ്റി? അപ്പോഴാണ് ഇവരുടെ മ്യൂസിക്കിന്റെ വരികളൊക്കെ എഴുതുന്ന ഒരാളുണ്ട്. അയാള് പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും അയാൾ ഇവിടെ വരാറുണ്ട്. അവളും അവനെ ഒളിച്ചു നോക്കുന്നുണ്ട്. അവളുടെ നോട്ടം കണ്ടിട്ട് ഷിന്നും നിനക്കെന്താ അവനോട് ക്രഷ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവളും ചിരിക്കുന്നുണ്ട്. അവനും അത് മനസ്സിലാകുന്നുണ്ട്. ആ സമയമാണ് ഇവന് ഒരു കാര്യം ഓർക്കുന്നത്. പ്രേതത്തിന് എന്തെങ്കിലും ആഗ്രഹം വരുന്ന സമയത്ത് ഇവന്റെ ദേഹത്ത് കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി അവനും അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുമ്പോ ആ ഒരു ലിറിസിസ്റ്റും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആരാ? ഇവിടേക്ക് ആരെയും കടത്തി വിടില്ലല്ലോ, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ആളും ചോദിക്കുന്നുണ്ട്. ഷിന്നും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ആ പ്രേതം ഇവന്റെ ദേഹത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് ഹാനും ഏജൻസിക്ക് അകത്തേക്ക് വരുന്നത്. അവളും ആ ഒരു ലിറിസിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അയാളെ വോക്കൽ ട്രെയിനിങ് റൂമിലുണ്ട്, സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരും ഹാനെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഇവിടെ ഷിനിന്റെ ദേഹത്ത് ആ ഒരു പെൺകുട്ടിയുടെ പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. അവനും ഒരു പെൺകുട്ടിയെ പോലെ പെരുമാറുന്നുണ്ട്. നമ്മള് കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇത് കണ്ടിട്ട് അവനും പേടിക്കുന്നുണ്ട്. അവനും ഒരു അലാറം പ്രസ് ചെയ്യുന്ന സമയം അവിടേക്ക് സെക്യൂരിറ്റിയും വരുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം
വേണം എന്ന് പറയുന്നുണ്ട്. അവരും അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം ഒരു റിംഗ് ടോൺ അവൾ കേൾക്കുന്നുണ്ട്. അവള് മരിക്കുന്ന സമയം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുമ്പോ ഒരു റിംഗ് ടോൺ കേട്ടിട്ടുണ്ടായിരുന്നു. അത് അവന്റെ ഫോണിലുള്ള റിംഗ് ടോൺ ആയിരുന്നു. അവനെ പേടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഹാനും അവനെ കാണുന്നു. അന്നേരം റിസപ്ഷനിലിരിക്കുന്ന ഒരു പെൺകുട്ടിയും അയാളാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോ ഹാനും അവന്റെ പുറകെ പോകുന്നുണ്ട്. അതിന്റെ പുറകെ ഷിന്നിന്റെ ദേഹത്ത് കയറി കൂടിയ പെൺകുട്ടിയും. ആ പെൺകുട്ടിയും ചുറ്റുമൊന്നും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം ആ ബസ്സും ഷിന്നിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഹാനിനും ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇവളുടെ പാസ്റ്റില് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവളുടെ സഹോദരിയും കാറിന്റെ മുന്നിൽ നിന്നും അവളെ പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഷിന്നിനെ അവളും പിടിച്ച് തള്ളുന്നുണ്ട്. ബസ്സും ഹാനിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ശേഷം ഷിന്നിനും ബോധം വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷിന്നും എഴുന്നേറ്റ് നോക്കുന്ന സമയം ഹാനിനെ ആ ബസ് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബസ്സും വെട്ടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവളും പേടിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.